പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും തങ്ക് ചോദ്യങ്ങളുടെ ബഹളമാണ്. അത് കാരണം നമ്മൾ പിന്നെ വലയിട്ടിട്ടുണ്ടായിരുന്നു. തണ്ണീർമുക്കം പണ്ട് ഷട്ടർ അടച്ചെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ അവർ പിന്നെയും ഒന്നുകൂടെ ഒരു 10-20 ഷട്ടർ പിന്നെയും തുറന്നായിരുന്നു. അത് കാരണം ഇതിനിടയ്ക്ക് 2-3 ദിവസം നമുക്ക് വലയിടാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒഴുക്കുണ്ടായിരുന്നു പുഴയിൽ. ഒഴുക്കത്ത് വലയിട്ടാൽ ചവറ് പിടിക്കുന്ന നേരത്തെ പോലെ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറയ്ക്കുമെന്ന് പറഞ്ഞ പോലെ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ വലയിട്ടപ്പോൾ നമ്മുടെ വലയിൽ നിറയെ ചവറ് പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വല വലിക്കാൻ പോകണം. പിന്നെ ഇതിനാണ് ഷട്ടർ തുറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് കുറച്ച് വെള്ളം കൂടുതൽ നിർത്തിയാണ് ഷട്ടർ ഇട്ടിരുന്നത്. അത് കൃഷിയെ സാരമായി ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബണ്ട് തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാവാം അവർ അങ്ങനെ കൈകാര്യം ചെയ്തത്. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന വല വലിക്കാൻ പോവാം. പിന്നെ കിട്ടുവാണെങ്കിൽ ചോദിച്ചവർക്കൊക്കെ നമ്മൾ കൊടുക്കും. അന്ന് കിട്ടിയില്ലടാ പുള്ളിനെ. കല്ലില്ലായിരുന്നു കുറഞ്ഞായിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും കയറിപ്പോയി. ചിലപ്പോൾ ഷട്ടർ തുറന്നിട്ട് കയറിപ്പോയതോ ഇറങ്ങിപ്പോയതോ. അപ്പുറത്തിട്ടേ ഒറ്റ ഏറ്. എടുത്താൽ മതിയായിരുന്നു അല്ലേ?
പ്രിയ സുഹൃത്തുക്കളെ, ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെയോ കരിമീൻ പിടിക്കുന്ന തീപ്പെട്ടി പോലത്തെ ബോക്സാണിത്. ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവന്മാർ എടുക്കാതെ പോയിട്ടുള്ളതാണ്. പുഴയിൽ കിടന്നിട്ട് നമുക്കും തക്കാ വരാൻ പറയുന്ന ചേട്ടന്മാർക്കും ഒക്കെ പണി കിട്ടും. പ്രതിബദ്ധത എന്ന് പറഞ്ഞ സാധനമുണ്ട്, സാമൂഹിക പ്രതിബദ്ധത. ആവശ്യം കഴിഞ്ഞാൽ അത് ഹാനികരമാണെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ബോധ്യം ഇല്ലാത്തത്. എവിടാന്ന് നോക്കിയത്? എവിടാന്ന് നോക്കിയേ? മഞ്ഞക്കുരി പിടിക്കാൻ കൂടിട്ട കൂടിനകത്ത് കയറത്തില്ല. ഇങ്ങോട്ട് തള്ളി വിടാനെ. പുറകോട്ട് വരും. സീസൺ അല്ല എന്നുള്ളത് ആണ്. മഞ്ഞക്കുരുടി വെറുതെ കിടക്കുവാണോ? ഒരിടത്തുനിന്ന് വരുമ്പോൾ വേറെ സ്ഥലത്തുനിന്ന് അങ്ങനെ പുറകെ കയറി വരുന്നുണ്ട്. വിൽക്കാനുള്ള മീനില്ലെന്ന് തോന്നുന്നല്ലേ? അറിയോ? കറിക്കുള്ളതുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വന മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷ പോലെ മീനൊന്നും കിട്ടിയില്ല. നമുക്ക് പ്രതീക്ഷ പോലെ മീനൊന്നും കിട്ടിയില്ല. അതിൻ്റെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒഴുക്കുണ്ട് പുഴയിൽ. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പം പൂർണ്ണമായി ഷട്ടറിട്ട് കാണത്തില്ല. അതിൻ്റേതായ ചവറുപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളോട് നങ്കി ചോദിച്ചവർ ചിലപ്പോഴാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. കാരണം ഇത് കിട്ടാത്തതുകൊണ്ടാണ്. ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 നങ്കുണ്ടാവും. അത് ചിലപ്പോൾ ആണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോ ഭാര്യയോ പറയാം എന്നാൽ കറി വെക്കാം അല്ലെങ്കിൽ വറക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ കാണിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. മീനിൻ്റെ നങ്ക് മഞ്ഞക്കൂരി മാത്രമുള്ള ഒരു തൂളി കിട്ടിയിട്ടുണ്ട്. അത് അപ്പുറം തേര് 3 കിടക്കുന്നു.
തേ കിടക്കുന്ന ഒരേ സുഹൃത്തുക്കൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്നെക്കുറ്റി എനിക്ക് ഓക്കെ. ഇതിന് ഗ്രിപ്പ് ഈ മീനിൻ്റെ ഈ വൈറ്റ് ഭാഗം സ്മൂത്താണ് ഏകദേശം, പക്ഷെ അതിനേക്കാൾ ഹാർഡാണ് ഈ ഗ്രേ ഭാഗം. അതായത് ഇത് സൈഡിലേക്ക് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പാടാണ്. ഒരേ സുഹൃത്തുക്കളെ നമുക്കിത് ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ എൻ്റെ അമ്മ ഇതെടുക്കാൻ ഭയങ്കര പാട് കണ്ടതേ. കണ്ണ് രണ്ടും മേളിലത് രണ്ട് കണ്ണ് വാസന കയറി കാണിക്കണമെന്ന് തോന്നി പുള്ളീനെ. കണ്ണിന് ദോഷമുണ്ട്. ഇത് ഇത് ചെകളപ്പൂ വരുന്ന ഭാഗം. ചെകളപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഏത് മീനാണ് ചെകളപ്പൂവില്ലാത്തതിൽ? അതാണ് സംഭവം കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണെന്ന്. മുളകിൽ കറി വെക്കാം, മപ്പാസ് ഉണ്ടാക്കാം, തേങ്ങ അരച്ച് കറി വെക്കാം, നന്നായിട്ട് വറക്കാം, ചുട്ടും എടുക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് നമുക്കിന്ന് കിട്ടിയത് കേട്ടോ. ഇതെന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ടേക്കുന്നത് നമ്മൾ വള്ളിച്ചൂണ്ട കെട്ടാനാണ്. ഇതിന് വള്ളിച്ചൂണ്ട കെട്ടിയാൽ വാള, മഞ്ഞക്കൂരി, പിന്നെ വലഞ്ഞിൽ പോലുള്ള മീനുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്തുനിന്നൊരു 15 തീറ്റി വരെ നമുക്ക് മുറിച്ചെടുക്കാം ചെറിയ പീസായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.